അപ്പൊ ഞാൻ ഇന്നൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. മത്തി വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കൂ മത്തി വെച്ചിട്ടുള്ള എന്താണ് ഇത്ര വലിയ റെസിപ്പി? പക്ഷെ ഒരു ഫ്രൈ ആണ്, മത്തി വെച്ചിട്ടുള്ള ഒരു ഫ്രൈ. അപ്പൊ നിങ്ങൾ വിചാരിക്കൂ മത്തി ഫ്രൈ എന്ന് വെച്ചാൽ ഇതെല്ലാവരും ഉണ്ടാക്കുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു വെറൈറ്റി മത്തി ഫ്രൈ ആണ്. അപ്പൊ നമുക്ക് ഇതുണ്ടാക്കി. അപ്പൊ നമ്മുടെ മത്തി ഫ്രൈ ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളാട്ടോ ഇതെല്ലാം. ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊക്കെ ഞാൻ കുറച്ച് വെച്ചിട്ടാണ് എടുത്തത്. കാരണം ഞാനൊരു 6 മീഡിയം ലെവലിലുള്ള മത്തിയാണ് എടുത്തത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പെരുംജീരകം, വലിയ ജീരകം എന്നൊക്കെ പറയും. അതും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി. കാരണം ചില ആൾക്കാർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എടുത്ത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതായത് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ നോർമൽ ചില്ലി പൗഡറാണ് യൂസ് ആക്കിയത്. പിന്നെ കറിവേപ്പില. ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ചൊന്ന് പാൻ വെച്ച് കൊടുത്തു. പാൻ നല്ലോണം ഒന്ന് ചൂടാവട്ടെ. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, ചെറിയുള്ളി, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, മുളക് പൊടി എല്ലാം മസാലയിട്ട് പെട്ടെന്ന് ഇളക്കി കൊടുത്തോ. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചോ. ആ സ്മെല്ലൊക്കെ ഒന്ന് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പങ്ങ് ഇടുന്നുണ്ട്. പിന്നെ ഒരു ലെമണിൻ്റെ ഹാഫ് എടുത്തിട്ട് ഒരു ലെമൺ ജ്യൂസ് കുറച്ച് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ല സ്മെല്ല് വരും. ആ ടൈമിൽ നമ്മൾ നമ്മുടെ മത്തി എടുത്തിട്ട് മസാലേൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ കുറച്ച് മത്തി മുട്ട പൊടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ മത്തി അപ്പം തന്നെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തിലും ഒന്ന് മസാലയൊക്കെ സ്പ്രെഡാക്കും. നല്ല അടിപൊളിയായിട്ട് സ്പ്രെഡാക്കിയിട്ട് നമ്മൾ എന്താക്കുക, അടച്ചു വെക്കുക. അതിനുശേഷം നമ്മളൊരു 6 മിനിറ്റിൽ 5-6 മിനിറ്റെല്ലാം കഴിയുമ്പോൾ നോക്കി ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. വീണ്ടും തിരിച്ചിട്ട് നമ്മളെ മത്തി ഫ്രൈ സെറ്റ് ആയിട്ടുണ്ട്. അടിപൊളി, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പം ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല പൊള്ളുന്നുണ്ട് ചൂടോടെ. അടിപൊളി ടേസ്റ്റാ സത്യം.